ശരി സാറേ, കെസഡൽ ബിൽഡേഴ്സിന്റെ ശരിക്കും പറഞ്ഞ ഏറ്റവും ഹിറ്റായൊരു സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ടൗൺ സീരീസ് ആയിരുന്നു അല്ലേ? അപ്പോൾ അത് നമ്മൾ 10 എണ്ണമാണ് പ്ലാൻ ചെയ്തത്. എനിക്ക് തോന്നുന്നു 6 എണ്ണത്തോളൊക്കെയാണ് ഇപ്പം ലൈവായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഹാൻഡിങ് ഓവർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഒന്ന് പറയാമോ? നമ്മൾ ഈ ടൗൺ സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു കൺസെപ്റ്റ് ആണല്ലോ. ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിന് വലിയ റെന്റൽ റിട്ടേണും ഹൈ ക്യാപിറ്റൽ അപ്രീസിയേഷനും, ഇത് രണ്ടും ഉള്ള പ്രൊജക്റ്റാണ് ടൗൺ സീരീസ്. ടൗൺ സീരീസ് എന്ന് പറയാൻ തന്നെ കാരണം അതിൻ്റെ ലൊക്കേഷനാണ്, ടൗണിലാണ് മിക്കതും. വെരി ക്ലോസ് ടു ദ ഹൈവേ, വെരി ക്ലോസ് ടു ദ മെട്രോ. പിന്നെ നമ്മളൊന്ന് ചെയ്തത് ക്ലോസ് ടു ഇൻഫോ പാർക്ക്, ഇങ്ങനെയുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ ചെയ്ത ടൗൺ വാക്ക് എന്ന പ്രൊജക്റ്റാണ്. നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു. പീപ്പിൾ ആർ ലിവിങ് സ്റ്റേ ഹാപ്പി എന്ന് പറയുന്ന പോലെ ലിവിങ് ഹാപ്പിലി. അത്യാവശ്യം നല്ല റെന്റൽ റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു റെഗുലർ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഈ പ്രോജക്റ്റിലെല്ലാം. നമ്മുടെ ഒരു പ്രൊജക്ട് എടുത്തവരല്ല, നമ്മുടെ വില്ല എടുത്തവരൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ്, ഇൻക്ലൂഡിംഗ് നിമ്മി. നമുക്കല്ല 2 അപ്പാർട്ട്മെന്റ് നമുക്ക് ടൗൺ ഹില്ലിലുണ്ട്. രണ്ടാമത് ചെയ്ത് നമ്മൾ പ്രൊജക്ട് ഒന്ന് ടൗൺ ഹില്ലാണ്. അതിപ്പം ഓൾമോസ്റ്റ് സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. നമ്മുടെ അപ്പാർട്ട്മെന്റ് ഈസ് ഗെറ്റിംഗ് റെഡി. 1-2 മാസത്തിനകത്ത് നമുക്ക് ചാവി തരാൻ പറ്റും. പിന്നെയുള്ളൊരു ടൗൺ സ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഹോട്ടൽ ചെയ്തിരുന്നു. അത് നമ്മളൊരു ഏകദേശം 50 റൂമുകളുള്ളതാണ്. അതിൻ്റെയും നമുക്ക് ജാനുവരി തൊട്ടിട്ട് അത് ഹോട്ടൽ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഓണേഴ്സിനെല്ലാം ഇതുപോലെ റെന്റൽ റിട്ടേൺ വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ക്യൂൻസ് ടൗൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻഫോ പാർക്കിൻ്റെ അവിടെ ലേഡീസിന് വേണ്ടിയിട്ട് ഒരു അപ്പാർട്ട്മെന്റ്, അതും ഇതുപോലെ നമ്മൾ ഇൻ ടോക്ക് വിത്ത് ലീസിങ്. അതും ഒരു 2-3 മാസം കൊണ്ട് അതും നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. പിന്നെ ടൗൺ കാസിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കളമശ്ശേരിയുള്ള നമ്മുടെ മുനിസിപ്പാലിറ്റിന് തൊട്ടടുത്തുള്ള ഹൈവേ ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന അപ്പാർട്ട്മെന്റും സ്ട്രക്ചർ കഴിഞ്ഞു ഒരു 3-4 മാസത്തിനകത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഇതെല്ലാം ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ എനിക്ക് തോന്നുന്നു വളരെ ഒരു 30 ലക്ഷം രൂപ തൊട്ടിട്ട് ഒരു 55 lakhs വരെ, 30 to 50 ബഡ്ജറ്റ്. അതെ, ഇതിനകത്ത് ഒരു ഹൈ റെന്റൽ റിട്ടേൺ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത. മന്ത്ലി യു ഗെറ്റ് മണി. എന്താ പറയുക, ഇനി ഒരു 3-4 മാസത്തിനകത്ത് നമുക്ക് ആ പൈസ കിട്ടി തുടങ്ങുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഒരു നോർമൽ റേറ്റിൽ ഉള്ളൊരു പ്രോജക്റ്റ് ആണ് ടൗൺ സീരീസ്. നമ്മൾ ഈ ടൗൺ സീരീസിൽ ഇപ്പോൾ സാർ പറഞ്ഞല്ലോ ഒരു 30 to 55 lakhsന്റെ ഇടയിലാണ് നമുക്ക് ബഡ്ജറ്റ് റേഞ്ച് വരണേന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പ്രൊജക്ട്സിലൊക്കെ ഇനി നമുക്ക് അവൈലബിലിറ്റി എത്രയൊക്കെ വരുന്നുണ്ട്? നമുക്ക് വളരെ വിരലുണ്ടാവുന്ന, ഇപ്പോൾ ടൗൺ സ്യൂട്ട്സിലാണെങ്കിൽ നമുക്കൊരു 50+ ആണ് ഉള്ളത്. അതിനകത്ത് എനിക്കൊന്നൊരു 4 എണ്ണം നമുക്ക് ബാക്കിയുണ്ട്. ടൗൺ കാസിൽ നമുക്ക് ഒരു അപ്പാർട്ട്മെന്റേ ഉള്ളൂ. നിമ്മയുടെ ടൗൺ ഹില്ലിൽ നമുക്ക് ഒരു അപ്പാർട്ട്മെന്റേ ഉള്ളൂ. ക്യൂൻസ് ടൗണിൽ നമുക്കൊരു 3 അപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ഇതെല്ലാം ഈ ഒരു റേഞ്ചിൽ വരുന്ന, ഇതെല്ലാം വരുന്ന പ്രോബ്ലം മാസങ്ങൾ നമുക്ക് റെന്റൽ റിട്ടേൺ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളൊരു പ്രൊജക്ട് ചെയ്തെന്ന് ഒപ്പേറ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ലീസ് ഔട്ട് ചെയ്തു. ഓൾറെഡി ഒരു ആയുർവേദ ഹോസ്പിറ്റലിന് വേണ്ടി ലീസ് ഔട്ട് ചെയ്തു. ഇത്രയുമാണ് നമുക്ക് ടൗൺ സീരീസ്. ടൗൺ സീരീസിന്റെ ഭാഗമായിട്ടുള്ള പ്രോജക്ട്സ്. അതെ.